നമസ്കാരം പ്രിയമുള്ളവരെ. 16/1/1996 ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ കോൺവെൻറ്റിലെ, അതായത് പീരുമേടുള്ള സൂര്യനെല്ലി അടുത്തുള്ള ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ കോൺവെൻറ്റിൽ നിന്ന് 16 വയസ്സുള്ള പെൺകുട്ടിയെ കാണാതാകുന്നു. ആ പെൺകുട്ടി നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരുന്ന പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറായ രാജുവിനോടൊപ്പം ഒളിച്ചോടുന്നു. ആ കുട്ടിയെ മറ്റൊരു ബസ് സ്റ്റാൻഡിൽ വെച്ച് ധർമ്മരാജൻ എന്നു പേരുള്ള ഒരു വക്കീലിന് കൈമാറുന്നു. അതിന് സ്ത്രീ പങ്കാളിയാകുന്നു. അവിടെ നിന്ന് 26/2/1996 വരെ ഉള്ള സമയത്ത് ഈ ചെറിയ പീരീഡിൽ ഏതാണ്ട് 42ഓളം പേർ 67 തവണ ഈ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഈ പെൺകുട്ടി അതിനുശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. ആ അഡ്മിറ്റ് ആയതിനു ശേഷം ഈ പെൺകുട്ടി കൊടുത്ത മൊഴിയിൽ, പോലീസ് കണക്കാക്കിയ കാൽക്കുലേഷനിൽ സിബി മാത്യു എന്ന് പറയുന്ന പ്രഗത്ഭനായ പോലീസ് ഓഫീസറായിരുന്ന കേസ് അന്വേഷിച്ചത്. ഏതാണ്ട് 3100 കിലോമീറ്ററാണ് ഇത്രയും നാളിനുള്ളിൽ, 37 ദിവസത്തിനുള്ളിൽ പെൺകുട്ടിയെ കൊണ്ട് നടന്നത്. മാത്രമല്ല, പെൺകുട്ടി കൊടുത്ത മൊഴിയിൽ 590 പേജുള്ള മൊഴിയാണ് കൊടുത്തത്. ഈ മൊഴിയും കേസും ഒക്കെ നടന്നു. കോൺഗ്രസിലെയും CPM-ലെയും പ്രഗത്ഭരായ പലർ, DYFIയുടെയും SFIയുടെയും ഒക്കെ പ്രവർത്തനമായിരുന്നു ഈ പറഞ്ഞ രാജുവും ധർമ്മരാജനും ഒക്കെ. അതിനുശേഷം ആ പെൺകുട്ടിയെ പ്രാപിച്ച മറ്റൊരു നേതാവ്. അങ്ങനെ ഇത്രയൊക്കെ ആൾക്കാർ കടന്നു പോവുകയും കേരള കോൺഗ്രസിൻ്റെ തന്നെ പ്രഗത്ഭരായ നേതാക്കന്മാരുടെ പേര്, എന്ന് വെച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആൾക്കാർ ഈ പെൺകുട്ടിയെ പ്രാപിച്ചു എന്നുള്ളതാണ് സത്യം. അതിൽ കൂടുതൽ സമയം കുമളി ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് ഈ പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായത്. ധർമ്മരാജൻ എന്ന് പറയുന്നവൻ പീഡിപ്പിച്ചതിന് ശേഷം പേടിപ്പിക്കുകയും ആഹാരത്തിനോടൊപ്പം മയക്കുമരുന്ന് നൽകുകയുമാണ് ഇത്രയും പീഡനങ്ങൾ നൽകിയത് എന്നുള്ളതാണ്. ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന പെൺകുട്ടികളിൽ ഉള്ള ആൾക്കാരിലെ ജനനേന്ദ്രിയത്തിന് ഇത്രയേറെ കേടുപാട് സംഭവിക്കുകയും ഉണ്ടായ ഒരു കേസ് വേറെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ചരിത്രത്തിലെ ബലാത്സംഗ കഥ കേരളത്തിലെ. ഇതിൽ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, CPM-കാരുണ്ടായിരുന്നു, കേരള കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, മുസ്ലിം ലീഗുകാരുണ്ടായിരുന്നു, BJP-യുമായി അനുഭവമുള്ളവരുണ്ടായിരുന്നു, എല്ലാ കക്ഷികളും ഉണ്ടായിരുന്നു. പീരുമേട് സെഷൻസ് കോടതിയിലാണ് കേസ് നടന്നത്. ഇതിലൊരു പ്രതിയുടെ പേര് മാത്രമല്ല, ഫോട്ടോ കാണിച്ചപ്പോൾ ഈ പെൺകുട്ടി ഒരാളുടെ പേര് പറഞ്ഞിരുന്നു. അയാൾ എന്ന് പറയുന്നത് 1941 ജനിച്ച ഒരു മനുഷ്യൻ. ഈ പറയുന്ന സമയത്ത്, ഈ സംഭവം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് 55 വയസ്സാണ്. ആ സമയത്ത് അയാൾ നാഷണൽ കോൺഗ്രസിൻ്റെ MP, കേന്ദ്രമന്ത്രിയായിരിക്കുന്ന മനുഷ്യനാണ്. പേര് പള്ളത്ത് ജോസഫ് കുര്യൻ എന്നാണ്. എന്നാൽ ചുരുക്കപ്പേര് PJ കുര്യൻ. തിരുവല്ല മല്ലപ്പള്ളി സ്വദേശിയാണ്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടാണ് ഏറ്റവും അവസാനം പോകുന്നത്. 1980 മുതൽ 1999 വരെ MP ആയിരുന്ന ഒരു മനുഷ്യൻ. അതിനുശേഷം രാജ്യസഭയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആൾ. BJP അധികാരത്തിൽ വന്നപ്പോൾ അവിടുത്തെ രാജ്യസഭയിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയുന്ന അഭിപ്രായങ്ങളെ ഖണ്ഡിക്കുകയും BJPക്ക് അനുകൂലമായി നിലപാടെടുക്കുകയും BJPയിലൂടെ വീണ്ടും രാജ്യസഭയുടെ ഉപാധ്യക്ഷനായിരിക്കുവാൻ ആഗ്രഹിച്ച ഒരു പടുക്കളവൻ എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. അതായത് പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ സീറ്റും കോൺഗ്രസിൻ്റെ ആയിരുന്നു. ആ മുഴുവൻ സീറ്റിലെയും സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്നതിനും വേണ്ടി കൂടെ പിടിച്ച ഒരു ബിരുദനാണ് ഈ പറഞ്ഞ പള്ളത്ത് ജോസഫ് കുര്യൻ എന്ന് പറഞ്ഞ PJ കുര്യൻ എന്നുള്ളതാണ് അപ്പുറത്ത് വരുന്ന വാർത്ത. ബേസിക്കലി ഒരു സ്ത്രീ ലംബടൻ എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഈ പെൺകുട്ടിയെ പ്രാപിച്ചതിൽ വെച്ച് ഏറ്റവും പ്രായമുള്ളവനും ഏറ്റവും ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്തത് ഇയാളാണെന്ന് 100 തവണ ഈ പെൺകുട്ടി പറഞ്ഞു. രാജ്യസഭയിലെ രാഷ്ട്രപതിക്കും സുപ്രീം കോടതിക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി കൊടുത്തു. ഈ പരാതി കൊടുത്തതിനകത്തൊക്കെ തന്നെ ഇയാൾക്കെതിരെ അന്വേഷണം വരുന്ന സമയത്ത് സിബി മാത്യു അങ്ങനെ ഒരാളാകാം, ഇത് ഇദ്ദേഹമല്ല എന്ന രീതിയിൽ അയാളെ സഹായിച്ചെടുക്കുകയായിരുന്നു ആ കേസിൽ ചെയ്തതെന്നുള്ളതാണ് സത്യം. മാത്രമല്ല, ഈ കേസിൽ നിന്ന് അയാൾ ഊരിപ്പോകാൻ കാരണക്കാരനായ ഒരാളെന്ന് പറയുന്നത് അന്ന് NSSൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന സുകുമാരൻ നായർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയും BJPയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിൻ്റെയും മൊഴിയാണ് അതിന് കാരണമായത്. ഈ പറഞ്ഞ സംഭവം കുര്യൻ ഈ പെൺകുട്ടിയെ പ്രാപിച്ചു എന്ന് പറയുന്നത് 19/2/1996 തങ്ങളോടൊപ്പം പെരുന്നയിലുണ്ടായിരുന്നു പല പരിപാടികളിൽ നിന്ന് സുകുമാരൻ നായർ മൊഴി കൊടുത്തതിൻ്റെ പുറത്താണ് കുര്യൻ നിലനിന്ന് പോകുന്നതും. പിന്നീട് സുപ്രീം കോടതി പോവുകയും സുപ്രീം കോടതി കുര്യനെതിരെ വിധിക്കുകയും ഹൈക്കോടതി പോവുകയൊക്കെ ചെയ്തതിന് ശേഷവും ഈ പെൺകുട്ടിക്ക് സർക്കാർ കൊടുത്തൊരു ദാനമുണ്ടായിരുന്നു, ജോലി. പീഡനത്തിൻ്റെ പേരും പറഞ്ഞാണ് അന്ന് അതിനുശേഷം വന്ന നയനാർ മന്ത്രിസഭ വരുന്നത്. ആ മന്ത്രിസഭ ചെയ്തൊരു ആ കുട്ടിക്ക് കൊടുത്തൊരു പാരിതോഷികം എന്ന് പറയുന്നത് അവിടെ സ്ത്രീത്വത്തിന് കൊടുത്ത വിലയാണ്. ഇവിടെ ഒരു നടിയെ കൊട്ടേഷൻ കൊടുത്ത് പീഡിപ്പിച്ചതിന് 5 ലക്ഷം രൂപയാണ് കൊടുത്ത് പാരിതോഷികമെങ്കിൽ ഇവിടെ പാരിതോഷികമായി കൊടുത്ത ജോലിയാണ്. ആ ജോലിയിലിരിക്കുന്ന പെൺകുട്ടിയെ ഈ വൃദ്ധൻ
അവളെ അഴിമതി കേസിൽ ഉൾപ്പെടുത്തി കേസെടുക്കുവാൻ വരെ ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് മത്സരിപ്പിക്കാൻ പാടില്ല എന്ന് ഇയാൾ പറഞ്ഞു. ഇയാൾ വി ഡി സതീശനെ മണിയടിച്ച് തിരുവല്ല സീറ്റോ ആറന്മുള സീറ്റിൽ നിന്ന് ജയിക്കാം അല്ലെങ്കിൽ മത്സരിച്ചാൽ കൊള്ളാമെന്ന രീതിക്ക് ഇപ്പോഴേ തന്നെ നന്നായി സംസാരിക്കാൻ പോലും അറിയാത്ത ഒരാളാണ് ഇയാൾ. ഈ കുര്യൻ എന്ന വാക്കിൻ്റെ അർത്ഥമുണ്ട്. കുര്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം കുര്യാക്കോസ് എന്നല്ലേ അറിയപ്പെടുന്നത്. അധികാരം, ശക്തി എന്നൊക്കെയാണ് ഈ പറഞ്ഞ വാക്കിൻ്റെ യജമാനൻ ആയിരിക്കണം. അതാണ് ആ വാക്കുവിൻ്റെ ആ വേടിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയായിരിക്കുകയാണ്. 1996 55 വയസ്സുള്ളപ്പോഴാണ് പീഡിപ്പിച്ചെങ്കിൽ ഈ ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രഗത്ഭനായ കോൺഗ്രസ് നേതാവായിരുന്ന ഇന്ദുചൂടൻ്റെ മകൻ വേദിയിലിരുത്തിക്കൊണ്ട് ഇയാളോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അതിനു മുമ്പ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഒഴിവാക്കി മാറ്റി നിർത്തിയിരിക്കുന്നതും ഇപ്പോഴും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അയാളെ കൂടെ വേദിയിലിരുത്തിക്കൊണ്ട് കുര്യൻ എന്ന് അപമാനപരമായി സംസാരിച്ചു യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് കൃത്യമായ മറുപടി അവിടെ കൊടുത്തു. അന്നേ ഇയാൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ചൊറിച്ചിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇന്ന് NSSന്റെ ആസ്ഥാനത്ത്, കഴിഞ്ഞ ദിവസം NSSന്റെ ആസ്ഥാനത്ത് മന്നം ജയന്തിയിൽ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം ഉണ്ടായിരുന്നു. കുര്യനും ഉണ്ടായിരുന്നു. കുര്യൻ NSSനെ മറക്കാൻ പറ്റില്ല. സുകുമാരൻ നായർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കുര്യൻ അവിടെ പോയേ പറ്റൂ. ഇല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ വീണ്ടും ആ കേസ് കുത്തിപ്പൊക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇന്ന് അവിടെ ചെല്ലുന്ന സമയത്ത് രാഹുൽ ഈ വിഷയമായുള്ള നേരിട്ട് സംസാരിച്ചു. ഏകദേശം 10 മിനിറ്റോളം ആദ്യം നിന്ന് സംസാരിച്ചു. പിന്നെ അയാളുടെ അടുത്ത് ഒഴിവ് വന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് 10 മിനിറ്റോളം തൻ്റെ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അയാളുടെ ചെവിയിൽ ബോധിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ സമയം വേദിയിൽ ഇവർ സദസ്സിലിരിക്കും വേദിയിൽ സുകുമാരൻ നായർ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതും മറ്റൊരു സത്യമാണ്. കുര്യനെ പോലുള്ളവരാണ് കോൺഗ്രസിൻ്റെ ശാപം എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ചെറുപ്പക്കാരെ വെട്ടിനിരത്തിക്കൊണ്ട് ഇപ്പോഴും മുതുക്കളവന്മാർക്കിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അയാൾ രാഹുൽ മാങ്കൂട്ടത്തോടെ ചെയ്തത്. രാഹുൽ കുര്യൻ ചെയ്ത പോലെ പണിയൊന്നും ചെയ്തില്ല. 2 പെൺകുട്ടികളുള്ള ഇയാൾ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഇപ്പോഴും സംശയാസ്പദമായ രീതിയിലാണ് അയാൾ നിൽക്കുന്നത്. ഇപ്പോഴും കുര്യനെ സൂര്യനെല്ലി കുര്യൻ എന്നാണ് പലരും വിളിക്കുന്നത്. ആ മനുഷ്യൻ ഇത്രയും വൃത്തികെട്ട രീതിയിൽ തൻ്റെ കൊച്ചുമകളാകാൻ പ്രായമുള്ള പെൺകുട്ടിയെ പ്രാപിച്ചിട്ടും ക്രൂരമായ രീതിയിൽ ചെയ്തിട്ടും ബലാത്സംഗം ചെയ്തിട്ടും ഈ പറഞ്ഞ രീതിയിൽ ഉള്ള പ്രവർത്തനം നടത്തിയതിന് ശേഷവും ഈ പരാതിക്കാരിയും താനുമായുള്ള ബന്ധം ഉഭയകക്ഷി സംബന്ധമായുള്ള ബന്ധമായിരുന്നു എന്ന് പരോക്ഷമായി കുര്യൻ്റെ ചെവിയിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് പഴയ കഥ ചിലപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് സത്യം. പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും നിങ്ങൾ യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ് ഇദ്ദേഹം എന്ന് വ്യക്തിപരമായി എനിക്ക് നേരിട്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കുക. തൻ്റെ ചെറുമകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ആയി കിടക്ക പങ്കിട്ട് ക്രൂരമായ രീതിയിൽ, ഇത്രയും ക്രൂരത ആരും കാണിച്ചിട്ടില്ലെന്ന് ആ കുട്ടി പറയുന്നത്. ആക്രാന്തം മൂത്ത് എന്തൊക്കെയോ അയാൾ ചെയ്തു കൂട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ പെൺകുട്ടിയെ വീണ്ടും അഴിമതി കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചവനാണ് ഇയാൾ. ഇയാൾക്ക് വെള്ളം പൂഴ്ചി കൊടുത്തത് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സിബി മാത്യു എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. BJP-കാരനും കോൺഗ്രസ്സുകാരനും NSSകാരനും SNDP-കാരനും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇയാളെ വെള്ളടിച്ചെടുത്തത്. അത് അഡ്വക്കേറ്റ് ധർമ്മരാജൻ ജയിലിൽ അയാളെയാണ് ഏറ്റവും അവസാനം പ്രതിയാക്കപ്പെട്ടത്. അയാൾ ജയിലിൽ കിടക്കുന്ന സമയത്ത് അയാളെ കാണാൻ ചെന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പല വാഗ്ദാനങ്ങൾ വെച്ച കൂട്ടത്തിൽ BJP ഉണ്ടായിരുന്നു, CPM ഉണ്ടായിരുന്നു, കോൺഗ്രസ് ഉണ്ടായിരുന്നു, CPI ഉണ്ടായിരുന്നു, കേരള കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അയാൾ തന്നെ മൊഴിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അയാൾ ആ മൊഴിയെ മാറ്റി പറഞ്ഞെങ്കിൽ പോലും ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പോലും അയാൾ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ മാറ്റിയെടുക്കുവാൻ ഈ പറഞ്ഞ കുര്യന് വളരെ വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല. കാരണം എല്ലാ പാർട്ടിക്കാരുമായിട്ടും നല്ല ബന്ധവും ഉണ്ടായിരുന്നു. ആവശ്യം പോലെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കർണാടക, ഇങ്ങനെ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലൂടെ കടന്നുപോയാൽ എല്ലാം പള്ളത്ത് ജോസഫ് കുര്യൻ്റെ ആണ് എന്ന് പറയുന്ന ബിനാമി ഏർപ്പാടുകളുണ്ടെന്നാണ് പറയുന്നത്. ഇയാളുടെ അടുത്തൊരു സുഹൃത്തും ഒരു ബിസിനസ് പങ്കാളിയും പന്തളം സ്വദേശിയായ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് ഇന്ന് വരെ LDFിൻ്റെ സമയത്താണ് LDFകാരൻ അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സങ്കടം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പാരവെക്കാൻ പോയി അയാൾക്കെതിരെ അയാളുടെ വാർത്തയ്ക്ക് വരെ അടിയിൽ മൊത്തം അയാൾക്ക് മിണ്ടാൻ പറ്റാത്ത രീതിയിലുള്ള, ഇന്ന് വരെ ജനം മറന്നുപോയി എന്ന് വിചാരിച്ച സൂര്യനെല്ലിയെ ഏതൊക്കെ രീതിയിലാണോ ആൾക്കാർ അലക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോയുടെ അടിയിൽ കണ്ട ഏതാണ്ട് 1500ഓളം കമൻസ് കണ്ടു ഞാൻ ഞെട്ടിപ്പോയി. കുര്യനോട് ഇത്രയും താല്പര്യമാണല്ലോ ആൾക്കാർക്ക് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സത്യത്തിൽ കുര്യനെ പോലുള്ളവരെ മൂലയ്ക്കിരുത്തി മാലയിട്ട് പൂജിച്ച് അവിടെ ഇരുത്തുകയാണ് വേണ്ടത്. ഇയാൾ വീണ്ടും തലമുക്കി എടുത്തിട്ടുണ്ട്. അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ശാപമാണ് കോൺഗ്രസ്. ഇയാളെപ്പോലുള്ള നേതാക്കന്മാർ, വിശേഷിച്ച് ഇയാൾ എന്നുള്ളതാണ് സത്യം. ഇയാൾ കാരണം ജില്ലയിൽ നിന്ന് പാർട്ടി വിട്ടുപോയ എത്രയോ നല്ല കോൺഗ്രസ്സുകാരുണ്ടായിരുന്നുവെന്ന് ഇനിയെങ്കിലും നിങ്ങൾക്കൊക്കെ ഓർമ്മ വന്നാൽ നിങ്ങളൊക്കെ രക്ഷപ്പെടും. അല്ലെങ്കിൽ ഇയാൾ പറയുന്നതും കേട്ട് രാഹുലിനെയും കളഞ്ഞിട്ടിരുന്നാൽ ആ സീറ്റുകൾ നിങ്ങൾക്ക് കളയാമെന്നുള്ള അല്ലാതെ
നിങ്ങൾ വേറെ ആരെ പാലക്കാട് മത്സരിപ്പിച്ചാലും ജയിപ്പിക്കില്ല എന്ന് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ രാഹുലിന് വേണ്ടി ആ സീറ്റ് ഒഴിച്ചിടുക, അതിൽ സ്വതന്ത്രനായി മത്സരിക്കട്ടെ. നിങ്ങൾക്ക് എന്നിട്ട് സ്വതന്ത്രനായി മത്സരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് വിജയിപ്പിക്കാം, നിങ്ങളുടെ പാർട്ടിയിൽ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ സ്വതന്ത്രനായി നിൽക്കട്ടെ. എന്തായാലും അയാൾ നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്യില്ല എന്നുള്ള ബോധം ഓരോ കോൺഗ്രസ്സുകാരനും കോൺഗ്രസ് നേതൃത്വത്തിനും ഉണ്ടായിരിക്കുന്ന നല്ലതാണ്. അവിടെ മറ്റൊരു സംഭവം കൂടി ഞാൻ കണ്ടു. രാഹുൽ മങ്കൂട്ടത്തിൻ്റെ തൊട്ട് മുമ്പിലത്തെ നിരയിൽ നിന്ന് നടന്നുപോയായിരുന്നു രമേശ് ചെന്നിത്തല. മപ്പൊക്കെ കടിച്ചാൽ പോകുന്നത്. മുതിർന്ന നേതാവിനെ കണ്ടപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ രണ്ട് മൂന്ന് പേരും ചേർന്ന് എഴുന്നേറ്റ് നിന്നു. കണ്ട ഭാവം നടിക്കാതെ തമ്പ്രാൻ എഴുന്നള്ളുന്നതോടെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ ചിരിയാണ് വന്നത്. ഇത്രയൊക്കെ ഭവ്യത എന്തിനാണ് അനിയ യവന്മാരോടൊക്കെ എന്നാണ് എനിക്ക്. നിനക്ക് തിരിച്ചു കയറി പോകാനാണെങ്കിൽ നിന്നെ അവന്മാർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിൻ്റെ വാക്ചാതുര്യവും നിൻ്റെ അറിവും എതിരാളികളോട് അടിച്ചിരുത്താനുള്ള നിൻ്റെ കഴിവും കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് ആവശ്യമില്ല. പൊന്നനിയ, നീ ഇലക്ഷൻ വരെ നോക്കിയവന്മാർ എന്താ ചെയ്യുന്നതെന്ന് എന്നേ എനിക്ക് രാഹുലിനോട് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.